എല്ലാ കുട്ടികൾക്കും ഞാൻ പ്രൊഫസറാണ്. നമ്മുടെ +1 ക്ലാസ് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് 5ാമത്തെ ചാപ്റ്ററായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ പോർഷൻസ് എല്ലാം തീർന്നിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇടുന്നുണ്ട്. ജോയിൻ ചെയ്യാത്തത് ജോയിൻ ചെയ്യാം. അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിൻ്റെ ലിങ്കും ഇടുന്നതായിരിക്കും. അപ്പം നോട്ട്സ് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ടുഡേ വി ഡിസ്കസ് അബൌട്ട് എ ന്യൂ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ആ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, മാറ്ററിനെ കുറിച്ച് സ്റ്റഡി നമ്മൾ ചെയ്യണം. അപ്പോൾ യു നോ ദാറ്റ് മാറ്റർ ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 3 types. What are they? Solid, liquid and gases. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. പിന്നെ വേറെ സ്റ്റേറ്റ് ഉണ്ട് പ്ലാസ്മ, നിങ്ങൾക്കറിയാം അല്ലേ? പക്ഷെ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസസിനെ കുറിച്ചാണ്. ഗ്യാസസ്, നമുക്കറിയാം ഗ്യാസിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അല്ലേ? ഗ്യാസ് എന്ന് പറയുമ്പോൾ അത് കംപ്രസിബിൾ ആണ്. കൂടാതെ മോളിക്യൂൾസ് ഒക്കെ വളരെ അകന്നിരിക്കുകയാണ്. അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. പിന്നെ ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അതിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും, അല്ലെങ്കിൽ ഷേപ്പ് അതിന് തുല്യമായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ടുഡേ വിൽ ഡിസ്കസ് അബൌട്ട് സർട്ടൻ ലോസ്, നിയമങ്ങൾ. മനസ്സിലായോ? അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകും. നിയമങ്ങൾ, ഗ്യാസ് ഒബേ ചെയ്യുന്ന ചില നിയമങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പോർഷനിലേക്ക് കടക്കാൻ പോവാം. സോ ടുഡേ വിൽ ഡിസ്കസ് അബൌട്ട് ഗ്യാസ് ലോസ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്യാസ് ലോസ്. അപ്പൊ പല പല സയന്റിസ്റ്റുകൾ ഗ്യാസിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് കിട്ടിയ റിസൾട്ടുകളാണ് നമ്മൾ ലോസ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് സ്റ്റഡി ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ബോയിൽ എന്നാണ്. ബോയിൽ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം കണ്ടുപിടിച്ച നിയമം അതിനെ ബോയ്സ് ലോ എന്നറിയപ്പെടും. ബോയ്സ് ലോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ലോ. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം ഞാൻ ഒന്ന് പറയാൻ പോവാണ്. ശ്രദ്ധിക്കാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് is inversely proportional to its pressure at a constant temperature. ഇതാണ് നിയമം. നോക്കുക. The law states that volume of a given mass of a gas, ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് directly proportional to its inversely proportional to its pressure at a constant temperature. അപ്പോൾ volume of a given mass of a gas is inversely proportional to its pressure at a constant temperature. എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന്റെ പ്രഷറുമായി നോക്കുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? വോളിയം കൂടിയാൽ പ്രഷർ കുറയണം, അല്ലെ പ്രഷർ കൂടിയാൽ വോളിയം കുറയണം. അപ്പൊ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുകയാണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ വിളിച്ച പേരാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറയും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കും. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നോക്കുക. ഇതൊരു വെസലാന്നിരിക്കട്ടെ, ഒരു വെസൽ. ഇതൊരു പിസ്റ്റൺ എന്നിരിക്കട്ടെ. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഗ്യാസ് നമ്മൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. സപ്പോസ് ഇറ്റ് ഹാസ് എ ഡെഫിനറ്റ് വോളിയം. അത് വീണ്ടും ഞാൻ മാർക്ക് ചെയ്യും. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഡെഫിനറ്റ് പ്രഷറുണ്ട്. ഓക്കെ, ഇത് ടെമ്പറേച്ചർ സപ്പോസ് ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് എന്നോ എന്തെങ്കിലും മാർക്ക് ചെയ്യുന്നു. അല്ലായിക്കോട്ടെ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പിസ്റ്റൺ പതുക്കെ താഴെ താക്കുന്നു. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? ഒരു വെസല് പിസ്റ്റൺ താഴോട്ട് പോരുന്നു. കണ്ടോ? അപ്പൊ എന്ത് സംഭവിച്ചു? വോളിയം കുറഞ്ഞു അല്ലേ? അപ്പൊ പ്രഷർ എന്താ? കൂടും. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാം. V proportional to 1/p. കണ്ടോ? ഇങ്ങനെ എഴുതാം. V proportional to 1/p. സെന്റൻസ് വായിക്കുമ്പോൾ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു its pressure at constant temperature. അപ്പൊ ഇത് ബോയ്സ് ലോ ചോദിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതാം, അല്ലെ ഇക്വേഷൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. V proportional to 1/p at constant temperature. അത് കറക്റ്റാണ്. ഇനി ഇതൊന്ന് ചില മോഡിഫിക്കേഷൻ വരുത്താൻ പോകണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ഈക്വൽ ആക്കാൻ പോവാം. അപ്പൊ V is equal to ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരുന്നു അല്ലെ? എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/p എന്നാണ്. ശരിയാണല്ലോ. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ PV is equal to എ കോൺസ്റ്റന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ബോയ്സ് ലോയ്ക്ക് ഒന്നാമത്തെ ഇക്വേഷൻ V proportional to 1/p. അത് കറക്റ്റാണ്. അതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ PV is a constant. ഇത് പറഞ്ഞാലും ശരിയാണ്. എന്നതിന്റെ അർത്ഥം എന്താ? ഒരു ഗ്യാസിന്റെ പ്രഷറിനെ അതിന്റെ തന്നെ വോളിയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ലോയെ വിളിച്ച പേരാണ് ബോയ്സ് ലോ. അപ്പൊ PV is a constant എന്ന് നിങ്ങൾക്ക് മാറി. ഉറപ്പായാലും ഓക്കെ.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അതിനെ നമ്മൾ വേറെ ഫോമിലേക്ക് മാറ്റാൻ പോകാം. നോക്കുക, ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരേ ഗ്യാസ് തന്നെയാണ് അല്ലെ, രണ്ട് അവസ്ഥകളാണ്, രണ്ട് ഡിഫറെന്റ് സ്റ്റേറ്റ് ഇരിക്കുകയാണ്. എന്തൊക്കെയാണ്? ആദ്യത്തിന്റെ വോളിയം സപ്പോസ് ഞാൻ V1 എന്ന് മാർക്ക് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന പ്രഷർ P1 ഞാൻ മാർക്ക് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ വോളിയം വേറെ ആയി, അപ്പൊ V2 എന്ന് മാർക്ക് ചെയ്യും. അപ്പൊ പ്രഷറും വേറെ ആവത്തില്ലേ, അത് P2 എന്ന് മാർക്ക് ചെയ്യും. കണ്ടോ? അപ്പോൾ എ ഗ്യാസ് അണ്ടർ ടു ഡിഫറെന്റ് കണ്ടീഷൻസ്, വളരെ വോളിയം V1 and V2, then പ്രഷർ P1 and P2, ടെമ്പറേച്ചർ ബീങ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇക്വേഷൻ ആദ്യത്തിലേക്ക് അപ്ലൈ ചെയ്ത് അപ്പൊ എന്താവും? P1 V1 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എഴുതാമല്ലോ. ഇതേ ഇക്വേഷൻ രണ്ടാമത്തിൽ അപ്ലൈ ചെയ്ത് അപ്പൊ P2 V2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതും കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് സൈഡ് നോക്കിയാൽ രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ റൈറ്റ് സൈഡ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താ സെയിം ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് എഴുതിയാൽ കറക്റ്റ് ആണ്. കണ്ടോ? ഇത് വേറൊരു ഫോമാണ്, മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ബോയ്സ് ലോണിക്കപ്പോ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ എന്തായിരുന്നു? V പ്രൊപ്പോർഷണൽ ടു 1/P. രണ്ടാമത്തെ എന്താ? PV is a constant. മൂന്നാമത്തെ എന്താ? P1 V1 is equal to P2. Okay, so these are the 3 different equations for Boyle's law. Clear ആയല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് how will you represent Boyle's law graphically? Graphical representation of Boyle's law. Boyle's law ക്ക് ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ സാധിക്കും നോക്കുക. അതിൽ ആദ്യത്തെ ഇക്വേഷൻ നോക്കിയാൽ PV is a constant അല്ലെ, PV is a constant എന്ന് പറയുന്നത് എന്താ? പ്രഷർ എത്ര കണ്ട് കൂടിയാലും അതിന്റെ PV വാല്യൂ എപ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് PV വേഴ്സസ് PR എന്ന് പറഞ്ഞാൽ പ്രഷറും വോളിയം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അത് y ആക്സിൽ എഴുതുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷർ വാല്യൂ x ആക്സിൽ എടുക്കുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഗ്രാഫ് കിട്ടും. നോക്കുക, അപ്പൊ ഞാൻ ഫസ്റ്റ് ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഇതുപോലെ x ആക്സ്, ഇത് y ആക്സ്. ഓക്കെ, PV വാല്യൂ എല്ലാം y ആക്സിസ് ആൻഡ് പ്രഷർ എല്ലാം x ആക്സിസ്. Suppose this PV at a different temperature it has a different value. Suppose ഇതാന്നിരിക്കട്ടെ. ഇനി എന്താ? പിസ്റ്റൺ പതുക്കെ താക്കുന്നു, അപ്പൊ പ്രഷർ എന്താ? ഇൻക്രീസ് ചെയ്യും. അപ്പൊ അടുത്ത പോയിന്റ് സപ്പോസ് ഇതാന്നിരിക്കട്ടെ. അപ്പോൾ PV എന്താ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നോക്കി പോയിന്റ് എങ്ങനെ വരയ്ക്കുന്നത്? ഈ പോയിന്റിൽ നിന്ന് നേരെ മേളോട്ട് കണ്ടോ? അപ്പൊ PV കോൺസ്റ്റന്റ് ആണ്. അപ്പൊ സപ്പോസ് ഈ ഒരു പോയിന്റ് വരും. വീണ്ടും പിസ്റ്റൺ താക്കുന്നു, അപ്പൊ സപ്പോസ് പ്രഷർ കൂടി, അപ്പോഴും PV എന്താ? കോൺസ്റ്റന്റ് ആണ്. ഇത് അടുത്ത പോയിന്റ് ഇതാണ് കണ്ടോ? വീണ്ടും പിസ്റ്റൺ താക്കുന്നു, അപ്പോഴും പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ PV വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഗ്രാഫിൽ ഇപ്പൊ 4 പോയിന്റ്സ് വന്നിട്ടുണ്ട് അല്ലെ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് 4 കൂടെ ചേർത്ത് ഒരു ലൈൻ വരയ്ക്കാൻ പോലെ കണ്ടോ? അപ്പൊ ഗ്രാഫിന് പ്രത്യേകതയുണ്ട്. എന്താണ്? ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു x ആക്സിസ്. അപ്പൊ ഇതിന്റെ മനസ്സിലാക്കുക, ഒരു ഗ്യാസിന്റെ പ്രഷറും അതിന്റെ PV വാല്യൂ കൂടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. So this is the one of the graphical representation of Boyle's law by PV versus P. അപ്പൊ P എത്ര കണ്ട് കൂടിയാലും PV എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ ഗ്രാഫ്. അപ്പൊ ഇത് ഫസ്റ്റ് 1. ഇനി സെക്കൻഡ് ഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ x ആക്സും y ആക്സും എടുക്കുക. എന്നിട്ട് വോളിയം വേഴ്സസ് P ആണ്. വോളിയം വേഴ്സസ് P അതെന്താ പറയുന്നത്? P എത്ര കണ്ട് കൂടുന്നു അതിന്റെ വോളിയം എന്താ? കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആലോചിച്ച് നോക്കുകയും ആദ്യം പ്രഷർ വളരെ കുറവ്, അപ്പൊ വോളിയം എന്താ? വളരെ ഹൈ ആയിരിക്കും. അപ്പൊ ഗ്രാഫിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇവിടുന്ന മനസ്സിലാക്കുക, വോളിയം ഹൈയിലെ പ്രഷർ കുറവ് കണ്ടോ? ഇനി പിസ്റ്റൺ പതുക്കെ താക്കുന്നു, അപ്പൊ പ്രഷർ എന്താ? ഇൻക്രീസ് ചെയ്യും, പക്ഷെ വോളിയം ഇപ്പൊ എന്ത് ചെയ്യും? കുറയും. അപ്പൊ അങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കിട്ടുന്നത് ഇങ്ങനെ കർവ് പോലെ ഉണ്ടാവും. അപ്പൊ ഇറ്റ്സ് എ കർവ് ആൻഡ് ദാറ്റ് കർവ് ഷോസ് ദാറ്റ് when pressure increases volume decreases. ക്ലിയർ ആയല്ലോ? അപ്പൊ രണ്ടാമത്തെ ഗ്രാഫായി. ഇനി മൂന്നാമത്തെ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ നോക്കുക, നമ്മൾ ഇതുപോലെ ഒരു ഗ്രാഫ് എടുക്കുന്നു. ഇത് x ആക്സ്, ഇത് y ആക്സ്. ഓക്കെ, ഇനിയും വോളിയം വേഴ്സസ് പ്രഷർ വേഴ്സസ് 1/V. പ്രഷർ വേഴ്സസ് 1/V ആണ്. ഇതാണ് പ്രഷർ വേഴ്സസ് 1/V എന്ന് പറഞ്ഞാൽ 1/V മീൻസ് റെസിപ്രോക്കൽ ഓഫ് വോളിയം അല്ലെ, വോളിയത്തിന്റെ റെസിപ്രോക്കൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വോളിയം കൂടിയാൽ 1/V വാല്യൂ കുറയും അല്ലെ, അല്ലെങ്കിൽ വോളിയം കുറഞ്ഞാൽ 1/V വാല്യൂ കൂടി വരും. ശരിയാണോ? അപ്പൊ പിസ്റ്റൺ താക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? വോളിയം കുറയുകയാണ്, പ്രഷർ എന്താ? കൂടുക. അപ്പോൾ 1/V എന്താന്ന് പറഞ്ഞേ? വോളിയം കുറയുമ്പോൾ 1/V വാല്യൂ ഇൻക്രീസ് ചെയ്യും.
ആണല്ലോ. അപ്പോൾ എക്സ് ആക്സിന് വൈ ആക്സിന് സംഭവിക്കുന്ന വേരിയേഷൻ നോക്കി, 1/v വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, രണ്ടും ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തീർച്ചയായും ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രാഫായി. മനസ്സിലായോ? അപ്പോൾ ദിസ് ഗ്രാഫ് ഷോസ് ദാറ്റ് the pressure and 1/v are directly proportional. നമുക്കറിയാം പ്രഷറും വോളിയം തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. പക്ഷേ ഇവിടെ ഗ്രാഫ് പറയുന്നത് പ്രഷറും 1/v തമ്മിൽ നോക്കുമ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അതുകൊണ്ടാണ് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയത്. സോ ദീസ് ആർ ദ 3 ഡിഫറെന്റ് ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് ബോയ്സ് ലോ. അപ്പോൾ ബോയ്സ് ലോ എക്സാമിൽ ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇതെല്ലാം സിമ്പിൾ ആണ്, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്താണ് ഒന്നാമത്തെ ലോ? ലോ says that volume of a given mass of a gas is inversely proportional to its pressure at a constant temperature. പിന്നെ പറഞ്ഞത് ഇക്വേഷൻ V proportional to 1/P, അല്ലെങ്കിൽ V is a constant 1/P or PV is a constant. അത് രണ്ടാമത്തെ ഇക്വേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ 2 ഡിഫറെന്റ് കണ്ടീഷൻസ് ആക്കുക. അപ്പോൾ P1 V1 is equal to a constant, P2 V2 is a constant. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം P1 V1 is equal to P2 V2. പിന്നെ 3 ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇതോടുകൂടി ബോയ്സ് ലോ കഴിഞ്ഞിരിക്കുക. ഇത്രയുള്ള സംഭവം ബോയ്സ് ലോ, ഇതിലുള്ള സംഭവം ക്ലിയർ ആയോ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ശരി. സോ നെക്സ്റ്റ് ലോ ഈസ് ചാൾസ് ലോ. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ചാൾസ് ലോ രണ്ടാമത്തെ ലോ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. The law states that volume of a given mass of a gas is directly proportional to its absolute temperature at a constant pressure. ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. നോക്കി, volume of a given mass of a gas is directly proportional to its absolute temperature at a constant pressure. ഇതെങ്ങനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം? നോക്കുക, ഒരു ഗ്യാസിന്റെ വോളിയം ഞാൻ V എന്ന് മാർക്ക് ചെയ്തു, അതിന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T എന്ന് മാർക്ക് ചെയ്തു. സോ ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ അത് ഇങ്ങനെ സിമ്പിൾ കണ്ടോ? അപ്പൊ ചാൻസലർ ചോദിച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്കാണ്. അപ്പൊ V പ്രൊപ്പോർഷണൽ T അറ്റ് കോൺസ്റ്റന്റ് വാട്ട് പ്രഷർ. അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇനി എന്താണ് ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? അതോടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മൾ സാധാരണ ടെമ്പറേച്ചർ പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലെ? ഇപ്പൊ കാലാവസ്ഥ നിരീക്ഷണമൊക്കെ ടി വിയിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഉയർന്ന താപനില, താഴ്ന്ന താപനില എല്ലാം ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അത് കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റും. കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 273 നമ്മൾ ആഡ് ചെയ്യണം ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ. മനസ്സിലാക്കുക, ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിനെയാണ് നമ്മൾ കെൽവിൻ സ്കെയിൽ അല്ലെ അബ്സല്യൂട്ട് സീറോ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. നോക്കുക, ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് എന്നിരിക്കണം. ഇതിനെ നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആക്കാൻ പറയാം. അപ്പൊ എന്താണെന്നറിയാമോ? 25 എടുക്കുക, അതിന്റെ കൂടെ 273 ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 298K എന്ന് എഴുതിയാൽ മതി. 298K മീൻസ് കെൽവിൻ എന്നാണ് കേട്ടോ. അപ്പൊ ഇങ്ങനൊരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ജനറലായിട്ട് പറഞ്ഞാൽ സപ്പോസ് T ഡിഗ്രി സെൽഷ്യസ് എന്നിരിക്കട്ടെ, അതിനെ കെൽവിൻ ആക്കാൻ പറഞ്ഞാൽ ആ T എടുക്കുക, അതിന്റെ കൂടെ 273 ആഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ക്യാപിറ്റൽ T എന്ന് പറയും. മനസ്സിലായി? അപ്പൊ എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിക്കോട്ടെ അതിനെ കെൽവിലേക്ക് മാറ്റാൻ എന്ത് ആഡ് ചെയ്യണം? 273 ആഡ് ചെയ്യണം. ഇത്രയും നമ്മൾ ഓർത്തിരിക്കാമല്ലോ. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് ഈ T എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തമ്മിൽ ലെറ്റർ വ്യത്യാസമുണ്ട്. ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ ടിയും, കെൽവിൻ ആണെങ്കിൽ ക്യാപിറ്റൽ ടിയുമാണ് എഴുതുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിനെ കെൽവിലേക്ക് കൺവേർട്ട് ചെയ്യണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇക്വേഷൻ മോഡിഫൈ ചെയ്യുമ്പോൾ നോക്കുക, V is equal to a constant into T. ശരിയല്ലേ? ഇനി ആ T താഴെ കൊണ്ടുവന്നേ. അപ്പൊ V divided by T now is equal to what? A constant. അപ്പൊ ഇതൊരു ബോക്സിനകത്ത് എഴുതാൻ പോകണ്ട. മുമ്പത്തെ PV is a constant മുമ്പേ പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ഇവിടെ പറയാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് V by T is a constant. Okay, that's the ratio of volume of a given mass of a gas and its absolute temperature is a constant. ഇനി നമുക്ക് 2 ഡിഫറെന്റ് കണ്ടീഷനിലേക്ക് മാറ്റാം. മുമ്പേ പറഞ്ഞത് നോക്കുക. അപ്പൊ ഇതൊരു വെസൽ, ഇതൊരു പിസ്റ്റൺ, ഇതിന്റെ വോളിയം V1, ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ T1. ഇതേ ഗ്യാസ് നമ്മൾ വേറൊരു കണ്ടീഷനിലേക്ക് മാറ്റുന്നു, പിസ്റ്റൺ താത്തയും. അപ്പോൾ ഉള്ള വോളിയം V2 എന്ന് വിചാരിക്കുക, ടെമ്പറേച്ചർ T2 എന്ന് വിചാരിച്ച് ഈ ഇക്വേഷൻ കൊണ്ട് അപ്ലൈ ചെയ്യാം. ഫോർ ദ ഫസ്റ്റ് കണ്ടീഷൻ വി കൻ റൈറ്റ് V1 divided by T1 is equal to a constant എന്ന് പറയാമല്ലോ. കണ്ടോ? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? V2 by T2 is equal to what? A constant വിളിക്കാം. അപ്പൊ രണ്ടിന്റെ റൈറ്റ് സൈഡ് നോക്കിയാട്ടെ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. റൈറ്റ് ലെഫ്റ്റ് സെയിം ആയിരിക്കും.
അപ്പൊ V1 by T1 is equal to V2 by T2. കണ്ടോ? This is also another form of Charles law. അപ്പൊ ചാൾസ് ലോയ്ക്ക് ഇവിടെ 3 ഇക്വേഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. ഒന്ന് V proportional T, രണ്ട് V by T is a constant, മൂന്ന് V1 by T1 is equal to V2 by T2. ഇനി ഇവിടെ നമുക്ക് ഗ്രാഫ് ഉണ്ട്. നോക്കാം ഗ്രാഫ് എന്താണെന്ന്. ചാൾസ് ലോ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ X ആക്സും Y ആക്സും മാർക്ക് ചെയ്യാം. മനസ്സിലായോ? എന്നിട്ട് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് പ്രശ്നമാണ് കേട്ടോ. അപ്പൊ എന്താ പഠിച്ചത്? ഇത് തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. പിന്നെ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് ഇത് 0 വാല്യൂ ആണ്. മനസ്സിലായോ? ഒരിക്കലും ഗ്യാസിന്റെ വോളിയം 0 ആവുന്നില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ ഗ്രാഫ് വരയ്ക്കുന്നത് ഇതിനേക്കാൾ അല്പം കൂടെ ഹയർ വാല്യൂ വെച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കാം. ഒരിക്കലും നിങ്ങൾ ഈ 0യിൽ നിന്ന് ഗ്രാഫ് വരയ്ക്കരുത്. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന ഗ്രാഫ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. കേട്ടോ? ഈ ഗ്രാഫ് എന്താ പറയുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടുക. സോ V proportional to T at a constant pressure. So this is the graphical representation of what Charles law. അപ്പൊ ചാൾസ് ലോ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമ്മള് മൂന്നാമത്തെ ലോ പഠിക്കാൻ പോവാം. ഓക്കെ, അടുത്ത ലോയുടെ അവഗാഡ്രോസ് ലോയെ കുറിച്ചാണ് കേട്ടോ. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം ഞാൻ പറയാം. അവഗാഡ്രോസ് ലോ സേസ് ദാറ്റ് equal volumes of all gases under the same conditions of temperature and pressure contain equal number of molecules. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. നോക്കി, ഈക്വൽ വോളിയൂംസ് ഓഫ് ഓൾ ഗ്യാസസ്. നമ്മൾ 2 വെസൽ എഴുതുന്നു. 2 വെസൽ, ഇവിടെ ഒരു ഗ്യാസ്, ഇവിടെ വേറെ ഗ്യാസ്. ഓക്കെ, ഇതിന്റെ വോളിയം സപ്പോസ് V ലിറ്റർ, ഇവിടുത്തെ V ലിറ്റർ, ഇവിടുത്തെ ടെമ്പറേച്ചർ T, ഇവിടെ T, ഇവിടുത്തെ പ്രഷർ P, ഇവിടുത്തെ പ്രഷർ P. അപ്പൊ 3 കാര്യങ്ങൾ ഒരുപോലായി. ആരൊക്കെ? വോളിയം, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഈ അവഗാഡ്രോ പറയുന്നത് ആദ്യത്തെ വെസലിനകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് അല്ലെ മോളിക്യൂൾ ഉണ്ടോ അതേ എണ്ണം തന്നെയായിരിക്കും രണ്ടാമത്തിനകത്ത് വരുന്നത്. അല്ലാണ്ട് ഒരു വ്യത്യാസം സംഭവിക്കുന്നില്ല. അപ്പൊ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ V വോളിയം, N നമ്പർ ഓഫ് മോൾസ് അല്ലെ മോളിക്യൂൾ, ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഉണ്ടാവും. അപ്പൊ V പ്രൊപ്പോർഷണൽ ടു വാട്ട്? N. ഈ ഇക്വേഷൻ എഴുതിച്ചാൽ അപ്പൊ അവഗാഡ്രോസ് ലോ സേസ് ദാറ്റ് equal volumes of all gases under the same conditions of temperature and pressure contain equal number of molecules. That is V proportional to N. This law is called what? Avogadro's law. Clear? About the law says that equal volumes of all gases under the same conditions of temperature and pressure contains equal number of molecules. This is called what? Avogadro's law. Clear? Okay. Next, very important equation, that is ideal gas equation. നിങ്ങളുടെ സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് രണ്ടും പഠിക്കണം. ആദ്യം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഡെറൈവ് ചെയ്യുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നോക്കുക, നമ്മളിപ്പോ 3 ലോസ് പഠിച്ചില്ലേ? ആരൊക്കെ? ബോയ്സ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ 3 ലോയെ കപ്ലൈ ചെയ്യണം, മീൻസ് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഒരു പുതിയ ഇക്വേഷൻ കിട്ടും. ഓക്കെ, നോക്കാം. ശരിയാണ്. അക്കോർഡിംഗ് ടു ബോയ്സ് ലോ എന്താണ് പറഞ്ഞത്? V proportional to 1/P at a constant temperature. രണ്ടാമെന്താ പഠിച്ചേ? ചാൾസ് ലോ. V proportional to absolute temperature T at a constant pressure. മൂന്നാമത്തേത് അവഗാഡ്രോസ് ലോ. V proportional to എന്താണ്? N at a constant temperature and pressure. അപ്പൊ നോക്കി, ഈ 3 ഇക്വേഷന്റെയും ലെഫ്റ്റ് സൈഡ് കണ്ടോ? ആരാണ്? വോളിയമാണ്. ഒരാൾ തന്നെയല്ലേ? അപ്പൊ 3 കപ്പിൾ ചെയ്യാൻ പോവാം. അപ്പൊ എന്താവും? V proportional to കണ്ടോ? 1/P into T into N എന്നാവും. കണ്ടോ? 3 കപ്പിൾ ചെയ്തു, റൈറ്റ് സൈഡ് കപ്പിൾ ചെയ്തു. അല്ലെങ്കിൽ V is equal to a constant കണ്ടോ? into 1/P into T into N. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ P ഇനി വരും, വിയുടെ കൂടെ വരും. അപ്പൊ PV is equal to a constant, അത് ക്യാപിറ്റൽ R എന്ന് മാർക്ക് ചെയ്യാൻ പോവാം. അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. R into T into N. പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിട്ട് PV is equal to NRT എന്ന് എഴുതുക. കണ്ടോ? PV equal to NRT. ഈ ഇക്വേഷൻ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ how will you derive ideal gas equation? നമുക്ക് എഴുതാം. This equation can be derived by coupling, Boyle's law, Charles law and Avogadro's law. According to Boyle's law,
V proportional to 1 by P. According to Charles' law, V proportional to T. According to Avogadro's law, V proportional to N. So by coupling these three equations, we get V proportional to 1 by P into T into N, or V is equal to a constant into 1 by P into T into N, or PV is equal to R into T into N, or PV equal to nRT. Clear? ഇനി സപ്പോസ് n വാല്യൂ 1 ആണെന്ന് വിചാരിച്ച് ഒരു മോൾ ആണെന്നിരിക്കട്ടെ, അങ്ങനെ ഇക്വേഷൻ ചോദിക്കാം, ചോദ്യം ചോദിക്കും. അപ്പൊ ഇക്വേഷൻ വായിച്ച് പി വി ഇസ് ഈക്വൽ ടു n വാല്യൂ 1 അല്ലേ, ഇവിടെ ബാക്കി എന്താ RT എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ? അപ്പൊ പി വി ഈക്വൽ ടു RT. ദിസ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ 1 മോൾ. ഒരിക്കൽ ചോദിച്ച പരീക്ഷ ചെയ്ത് എന്താണ്? റൈറ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ n മോൾസ് ആൻഡ് 1 മോൾ രണ്ടും ചോദിച്ചു. അപ്പൊ ഇക്വേഷൻ ഇപ്പോൾ പി വി ഈക്വൽ ടു nRT, that is ideal gas equation for n mole, and PV equal to RT, that is ideal gas equation for 1 mole. ഇനി ഓരോ ടേം ഒന്ന് പരിശോധിക്കാം. What is P? Pressure. V? Volume. N? Number of moles. R? Universal gas constant. അങ്ങനെ ഒരു വാക്കുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. R വെറും കോൺസ്റ്റന്റ് അല്ല, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിന് ചില വാല്യൂസ് ഉണ്ട്. പക്ഷെ ഇന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ മിക്കവാറും ആറിന്റെ വാല്യൂ നിങ്ങൾക്ക് തരുന്നത് 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ. ഇങ്ങനെ വാല്യൂ ആണ് മിക്കവാറും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളത്. മനസ്സിലായോ? അപ്പൊ യൂണിറ്റ് ലിറ്റർ അറ്റ്മോസ്ഫിയർ ആണ് എന്റെ വരുന്നത്. അപ്പോൾ R is equal to a constant known as universal gas constant. പിന്നെ T അത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കഴിയും. ക്ലിയറായല്ലോ? അപ്പോൾ നമ്മൾ സ്റ്റോയിക്കിയോമെട്രിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ? നമ്മുടെ +1ന്റെ 5ാമത്തെ ചാപ്റ്ററായ സ്റ്റോയിക്കിയോമെട്രി ആണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അത് തുടങ്ങിയിരുന്നു, അതിന്റെ പതിയോളം നമ്മൾ എടുത്തു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലേ, അവിടെ നമ്മൾ എടുത്തു. ഓക്കെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിൽ കടക്കാൻ പോവാണ്. അത് വേറൊന്നുമല്ല, ദാറ്റ് ഈസ് കോൾഡ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, അതായത് ഒരു ഗ്യാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസിന് മാത്രമായിട്ട് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് ആധികാരികമായിട്ട് സ്റ്റഡി ചെയ്ത 2 സയന്റിസ്റ്റുകളുണ്ട്. അതിൽ ഒരാളുടെ പേര് മാക്സ്വെൽ എന്നും രണ്ടാമത്തെ ആളുടെ പേര് ബോൾട്സ്മാൻ എന്നുമാണ്. മാക്സ്വെൽ ആൻഡ് ബോൾട്സ്മാൻ, ഈ 2 സയന്റിസ്റ്റുകളാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തത്. അവർക്ക് കിട്ടിയ കുറെ റിസൾട്ടുകൾ, അത് കുറെ പോസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 6 പോസ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ 6 പോയിന്റ്സ് എഴുതണം. അതല്ല 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 4 പോയിന്റ്സ് എഴുതിയാൽ മതിയാവും. അപ്പോൾ എന്തായാലും 3 മാർക്ക് ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, അത്ര ടഫ് ഒന്നുമല്ല. ഞാൻ ഓരോന്നായിട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാൻ കാണണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ മുരളീസ് കെമിസ്ട്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് +1 ഫോക്കസ് ഏരിയ വെച്ചുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് എക്സാമിനേഷൻ വളരെ പ്രയോജനം ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഫസ്റ്റ് പോയിന്റ് നോക്കുക, ഓൾ ഗ്യാസസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് ആർ കോൾഡ് മോളിക്യൂൾസ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ഒരു ഗ്യാസിനകത്തുള്ള വളരെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, അതിനെ കുറിച്ച പേരാണ് മോളിക്യൂൾസ് എന്ന് പറയും. അപ്പൊ ഏത് ഗ്യാസ് എടുത്താലും അതിൽ അടങ്ങിയിട്ടുള്ളത്, അല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നേക്കഡ് വെച്ച് കാണാൻ കഴിയാത്ത അത്രത്തോളം ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് വിളിച്ച പേരാണ് മോളിക്യൂൾസ് എന്ന് പറയും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ നോക്കി, ഓൾ ഗ്യാസസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് ആർ കോൾഡ് മോളിക്യൂൾസ്. മനസ്സിലായി കാണുമല്ലോ? ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കുക, volume of a single gas molecule is negligible when compared to the total volume of the gas. എന്താ പറയുന്നത്? ഒരു gaseous system അസൈൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു മോളിക്യൂളിന്റെ വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം കമ്പയർ ചെയ്യുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആണ്, അല്ലെ? ശരി, എന്നാലും ചോദ്യങ്ങള് ഒരു 10 ലിറ്റർ വോളിയം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ഗ്യാസ് മോളിക്യൂൾ മാറ്റുകയാണെങ്കിൽ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 10 കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് വെരി വെരി നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായി? അപ്പൊ വോളിയം ഓഫ് എ സിംഗിൾ ഗ്യാസ് മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ്. ഇപ്പൊ 2 പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ എന്തായിരുന്നു? ഓൾ ഗ്യാസസ് മേഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കോൾഡ് molecules. Second one, volume of a single gas molecule is negligible when compared to the total volume of the gases. രണ്ടെണ്ണം പഠിച്ചല്ലോ. Okay. മൂന്നാമത്തെ point, molecules of a gas are under random motion
during which they collide with one another and also with the walls of the container. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ്. അതായത് ഒരു ഗേഷ്യസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷൻ, റാൻഡം RANDOM, റാൻഡം എന്നുള്ള വാക്കിനർത്ഥം സിക്സ് സാക്ക് എന്നുള്ളതാണ്. സിക്സ് സാക്ക് ZIG കണ്ട, സിക്സ് സാക്ക് മോഷൻ. ദാറ്റ് മീൻസ് നോ പർട്ടിക്കുലർ ഡയറക്ഷൻ, പ്രത്യേകിച്ച് ദിശയില്ലാനുള്ള ചലനം. മനസ്സിലായോ? അങ്ങനെയുള്ള ആ ഒരു മൂവ്മെന്റ് വിളിച്ച പേരാണ് റാൻഡം മോഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഗേഷ്യസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾ എപ്പോഴും റെസ്റ്റ് ചെയ്യിക്കുകയല്ല ചെയ്യുന്നത്, അതിങ്ങനെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവ്മെന്റ് പ്രത്യേകതയാണ് എന്താണ്, ദിശയില്ലാനുള്ള ചലനം. അതിന് വിളിച്ച പേരാണ് റാൻഡം മോഷൻ അല്ലെങ്കിൽ സിക്സ് ആക്ക് മോഷൻ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ പ്രത്യേകിച്ച് ദിശയില്ല, അത് ഇഷ്ടമുള്ള സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് റാൻഡം മോഷൻ എന്ന് പറയും. കൂടാതെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് നോക്കി, ദേ കൊളൈഡ് വിത്ത് വൺ അനദർ, അവർ പരസ്പരം ഇടിക്കുന്നുണ്ട്. മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി വാട്ട് വിത്ത് വാൾസ് ഓഫ് ദ കണ്ടെയ്നർ, അതിരിക്കുന്ന വെസലിന്റെ ഭിത്തി അവിടെയും വന്നിരിക്കുന്നുണ്ട് മോളിക്യൂൾസ്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കൊളീഷൻ നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കൊളീഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആൻഡ് സെക്കൻഡ് വൺ കൊളീഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾ വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. So that is a third point. Clear? About third point, okay, molecules of a gas are under random motion during which they collide with one another and finally with the walls of the container. ഇനി നാലാമത്തെ point, molecular collisions are perfectly elastic. That is, no loss of energy. അതായത് ഏത് ഗ്യാസസ് എടുത്താലും അതിനകത്തുള്ള മോളിക്യൂൾ പരസ്പരം ഇടിക്കുമെന്ന് പറഞ്ഞത്, പക്ഷെ ആ ഇടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ അറിയാമോ? അത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. എന്താണ് ഇലാസ്റ്റിക് എന്നുള്ളത്? ഇലാസ്റ്റിക് ബോഡീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് ഇലാസ്റ്റിക് ബോഡീസ്? ഒരു ബോഡിയിലോട്ട് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിന്റെ ഷേപ്പ് മാറും. എന്നിട്ട് ആ ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അത് ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരികയും ചെയ്യും അല്ലെ? അങ്ങനെയുള്ള ബോഡീസ് ആണ് നമ്മളിപ്പോൾ ഈ പേര് പറഞ്ഞത് ഇലാസ്റ്റിക് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ദർ ഇസ് നോട്ട് ചേഞ്ച് ദ ഷേപ്പ്, അതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയും. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി ഓഫ് മോളിക്യൂൾസ്. As a result of collision, the total energy of the system remains constant. Before and after the collision, there is no loss of energy. അതുകൊണ്ട് വിളിച്ച പേരാണ് ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പോൾ കൊളീഷന് മുമ്പ് ആ മോളിക്യൂളിനകത്ത് കാണുന്ന ടോട്ടൽ എനർജി എത്രയാണോ അത് തന്നെയായിരിക്കും കൊളീഷന് ശേഷവും ആ മോളിക്യൂളിനകത്ത് കാണുന്നത്. അപ്പോൾ കൊളീഷന്റെ ഫലമായിട്ട് അവിടെ എനർജിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. It does not lose energy or gain energy. Therefore, energy of the system remains constant. This type of collision is called the elastic collision. അടുത്ത പോയിന്റ് മനസ്സിലായല്ലോ? Okay. The next one is pressure of a gas is due to the continuous collision of gas molecules with the walls of the container. നമ്മൾ എപ്പോഴും പറയുന്നത് ഗ്യാസിനെ സംബന്ധിച്ച് പ്രഷർ അല്ലേ? എല്ലാവരും പറയുന്ന വാക്കാണ് പ്രഷർ ഓഫ് ദ ഗ്യാസ്. എന്താണ് ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ? പ്രഷർ ഉണ്ടാകുന്നത് ആ ഗ്യാസ് മോളിക്യൂൾസ് അതിന്റെ വാൾസ് ഓഫ് ദ കണ്ടെയ്നറായിട്ട് ഇടിക്കുന്നുണ്ട് അല്ലെ? കൊളീഷൻ മുമ്പേ പറഞ്ഞായിരുന്നു. ഇതൊരു വെസലാണെങ്കിൽ ഇതാണ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ സിക്സ് ആക്ക് മൂവ്മെന്റ് ലൈക്ക് ദിസ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവസാനം വന്നിട്ട് മോളിക്യൂൾസ് എന്ത് ചെയ്യും? അതിന്റെ ഭിത്തിയിലും വന്നിരിക്കും, ഇവിടെ എല്ലാം വന്നിരിക്കാം. മനസ്സിലായോ? അപ്പൊ ആ ഇടിയുടെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്, അതിനെയാണ് എന്ത് വിളിച്ചത്? പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് ആക്ച്വലി പ്രഷർ? Pressure of a gas is due to the continuous collision of gas molecules with the walls of the container. Okay. The next last one, there are no force of attraction between the gas molecules. അതായത് ഏത് ഗ്യാസ് സിസ്റ്റം എടുത്താലും അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾക്കിടയിൽ പ്രത്യേകിച്ച് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണപ്പെടുന്നതല്ല എന്നാണ് ഇവർ പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ടാണ് there is no force of attraction between gas molecule in a gaseous system. So there is a sixth position of this theory. So total 6th point. Clear? അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക. 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കാണാതെ പഠിക്കണം. മനസ്സിലായോ? ഒന്നും വലിയ ടഫ് ഒന്നുമല്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾ റിപ്പീറ്റ് കേൾക്കുക. മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. കുറെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ അടുത്തേക്ക് കടക്കാൻ പോകാം. So next we want to study about another important topic of this chapter, that is called deviation of gases from ideal behavior. അതായത് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചത് കഴിഞ്ഞ ദിവസം അല്ലേ? എന്തായിരുന്നു? PV is equal to what? nRT എന്നാണ് അല്ലേ? ഇത് ഒബേ ചെയ്യുന്ന എല്ലാ ഗ്യാസിനെയും വിളിച്ച പേരെന്താ? ഐഡിയൽ ഗ്യാസ് എന്ന് പറയും അല്ലേ? സോ PV equal to nRT ഒബേ ചെയ്യുന്ന ഗ്യാസിനെയാണ് ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. പക്ഷെങ്കിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാല് none of the gas is said to be ideal. ഒരൊറ്റ ഗ്യാസ് പോലും ഐഡിയൽ അല്ല എന്നുള്ളതാണ്.
അങ്ങനെ ഐഡിയൽ അല്ല എങ്കിൽ അങ്ങനെയുള്ള ഗ്യാസിന് പ്രത്യേക പേരുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് റിയൽ ഗ്യാസ് എന്ന് പറയും. അപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ഗ്യാസ് ആർ സെഡ് ടു ബി വാട്ട്? റിയൽ ഗ്യാസ്. വൈ? ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഒബേ PV equal to nRT under normal temperature and pressure. But a gas can be made ideal under different conditions of low pressure and high temperature. അപ്പോൾ റിയൽ ഗ്യാസിനെ കൂടി ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രഷർ വളരെ കുറയ്ക്കുക, ലോ പ്രഷർ ആക്കുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, ഹൈ ടെമ്പറേച്ചർ, ഈ ഒരു കണ്ടീഷൻ ഓർത്തിരിക്കണം. മനസ്സിലായോ? അപ്പോൾ നോക്കിയേ, പ്രഷർ ഡിക്രീസ് ചെയ്യിപ്പിക്കുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും ചെയ്താൽ സാധാരണഗതിയിൽ ഒരു റിയൽ ഗ്യാസ് അല്ലെങ്കിൽ നോൺ ഐഡിയൽ ഗ്യാസ് എന്തായിട്ട് മാറും? ഐഡിയൽ ആയിട്ട് മാറും. അങ്ങനെയാണ് ഈ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നത് പറയുന്നത്. ഒന്ന് പറയാൻ ശ്രദ്ധിക്കാം. A gas is said to be ideal if it obeys PV equal to nRT under all conditions of temperature and pressure. This type of gas are said to be ideal, but none of the gas is said to be ideal. ഒരൊറ്റ ഗ്യാസ് പോലും ഐഡിയൽ അല്ല. നമ്മൾ ഐഡിയൽ ആക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ബൈ അപ്ലൈ ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. മനസ്സിലായോ? അങ്ങനെയുള്ള ഗ്യാസുകളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? റിയൽ ഗ്യാസസ് അല്ലെങ്കിൽ നോൺ ഐഡിയൽ ഗ്യാസ് എന്ന് പറയും. ഇനി ഇതിന്റെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ PV ഈസ് നോട്ട് ഈക്വൽ ടു nRT. ഓക്കെ, nRT. അതിന്റെ ഡീവിയേഷൻ എങ്ങനെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ സാധിക്കും? അതിന് നമ്മൾ എടുക്കേണ്ടത്, നിങ്ങൾ ഈ ഇക്വേഷൻ PV ഈക്വൽ ടു nRT, ആ ഇക്വേഷൻ അകത്ത് ഈ nRT ഇപ്പുറത്തുള്ളത് താഴെ PV ഡിവൈഡ് ബൈ nRT എന്നാവും അല്ലെ, ഡിനോമിനേറ്റർ കൊണ്ടുവരും. അപ്പൊ ഇത് എന്താവും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ PV ഈക്വൽ ടു nRT അകത്തുനിന്ന് nRT ഇങ്ങനെ ഡിനോമിനേറ്റർ കൊണ്ടുവരിക. അപ്പൊ PV ബൈ nRT ഈക്വൽ ടു 1 എന്ന് വരും. ഇനി ഈ PV ബൈ nRTക്ക് മാത്രമായിട്ടൊരു പേരുണ്ട്, നമുക്കറിയാം. ദാറ്റ് ഈസ് കോൾഡ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്നാണ് വിളിക്കുന്നത്. കംപ്രസിബിലിറ്റി ഫാക്ടർ ഓർത്തിരിക്കുക. അത് നമ്മൾ എഴുതുന്നത് Z എന്ന ലെറ്റർ കൊണ്ടാണ്, Z. അപ്പൊ കംപ്രസിബിലിറ്റി ഫാക്ടർ Z. In the case of ideal gas, Z is equal to what? 1 ആയിരിക്കും. കാര്യം എന്താ? PV equal to nRT അല്ലേ ഐഡിയൽ ഗ്യാസ്. അപ്പൊ PV by nRT എത്ര? 1 ആവും. PV by nRT വിളിച്ച പേരാണ് Z. അപ്പൊ Z equal to what? 1. മനസ്സിലായോ? But none of the gas is said to be ideal. എന്ന് പറഞ്ഞാൽ Z is not equal to 1. കണ്ടോ? അപ്പൊ ഏത് ഗ്യാസ് എടുത്താലും Z എന്തല്ല? 1 അല്ല. അതുകൊണ്ടാണ് നോൺ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ Z അതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് മൈ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ PV by nRT that is called the compressibility factor. Z equal to 1. അതാണ് ഐഡിയൽ ഗ്യാസിന്റെ കേസിലെ. Z is not equal to 1 നോൺ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ. ഇനി ഈ നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോഴേ അതിനവിടെ രണ്ട് മീനിങ് ഉണ്ട് അല്ലേ. ഒന്ന് എന്ന് പറയുന്നത് Z ഈസ് ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസുണ്ട്, രണ്ട് Z ഈസ് ലെസ് ദാൻ 1 വരുന്ന കേസുണ്ട്. അപ്പൊ രണ്ട് നോട്ട് ഈക്വൽ. Z ഈസ് ഗ്രേറ്റർ ദാൻ 1 വരികയാണെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്നും, Z ഈസ് ലെസ് ദാൻ 1 വന്നാൽ അതിനെ നെഗറ്റീവ് ഡീവിയേഷൻ എന്നും പറയും. അപ്പോൾ ഡീവിയേഷൻ ഓഫ് ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ഈസ് ദെൻ ക്ലാസിഫൈഡ് ഇൻ 2 types. What are they? Gases, deviation of gases which shows positive deviation, and second one negative deviation. ഇനി എങ്ങനെയാണ് ഇത് സ്റ്റഡി ചെയ്യുന്നത്? നമ്മൾ ഇത് സ്റ്റഡി ചെയ്യാനായിട്ട് ഗ്രാഫിക്കൽ സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രാഫ് വരച്ചുകൊണ്ടുള്ള സ്റ്റഡിയാണ്. അവിടെ നമ്മൾ 3 ഗ്രാഫാണ് ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫ് എന്തായിരിക്കും, രണ്ട് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന്റെ എന്തായിരിക്കും, അടുത്തത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് എങ്ങനെയായിരിക്കും. ഇങ്ങനെ 3 ഗ്രാഫ് ഒന്നിച്ച് ഗ്രാഫ് വരയ്ക്കാൻ പോവാം. നോക്കുക എന്താണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. ഒരു ഗ്രാഫ് പേപ്പർ എടുക്കുന്നു. ഓക്കെ, എക്സ് ആക്സ്, ഇത് വൈ ആക്സ്. എല്ലാം എക്സ് ആക്സിൽ പ്രഷർ, എല്ലാം വൈ ആക്സിൽ PV by nRT that is equal to Z. ശരിയല്ലോ? ഓക്കെ, സപ്പോസ് ഇതിപ്പോ 0 ആണെന്ന് അസ്യൂം ചെയ്യാം. എക്സാമ്പിൾ പറയാം. അപ്പൊ ഇത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും അല്ലെ. ഇതിപ്പോ 1 ആയിരിക്കും. അപ്പൊ Z equal to 1 വരുന്ന എല്ലാ കേസും എന്താണെന്ന് പറയുന്നത്? ഐഡിയൽ ഗ്യാസ് എന്നാണ് പറയുന്നത്. ശരിയല്ലയോ? അപ്പൊ ഐഡിയൽ ഗ്യാസിന്റെ കേസിലെ Z വാല്യൂ എന്ന് പറയുമ്പോൾ 1 വരുമ്പോൾ ഈ P എത്ര നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാലും P അങ്ങോട്ട് കൂടി പോവാം അല്ലെ. അത് എത്ര നമ്മൾ ശ്രമിച്ചാലും എന്തായിരിക്കും? പിന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. Z equal to 1 അല്ലേ. അപ്പൊ എപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഗ്രാഫ് ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഇതാണ് ഐഡിയൽ ഗ്യാസിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഐഡിയൽ ഗ്യാസിന്റെ കേസിലെ PV by nRT equal to 1 or Z equal to 1. Therefore, the plot of Z versus P is a straight line which is parallel to x axis. ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ചില ഗ്യാസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹൈഡ്രജന്, ഹീലിയം മുതലായ ഗ്യാസ് എടുത്ത് ഇതേ പരീക്ഷണം ചെയ്യാം.
എന്നിട്ട് അവരുടെ ഗ്രാഫ് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഗ്രാഫാണ്. ഇതിപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ അടുത്ത് നമുക്ക് ഹീലിയമാണ്. ലൈക്ക് ദിസ്. കണ്ടോ? ആ രണ്ട് ഗ്രാഫ് ഒന്ന് സ്റ്റഡി ചെയ്തേ. പ്രഷർ വാല്യൂ കൂടുന്നു, പിസർ വാല്യൂ ഗ്രാജുവലായിട്ട് കൂടുകയാണ്. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ പോയത്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ അത് പോസിറ്റീവ് ഡീവിയേഷൻ പറയും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഹൈഡ്രജൻ, ഹീലിയം എക്സെട്ര ദീസ് ഗ്യാസസ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. വൈ? ബിക്കോസ് ഇസഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇനി വേറെ ചില ഗ്യാസുകളുണ്ട്, അതായത് ലെസ് ദാൻ 1 വരുന്ന കേസുണ്ട്. ഇസഡ് ഈസ് ലെസ് ദാൻ 1. സോ ഫോർ എക്സാമ്പിൾ മീഥെയിൻ ഗ്യാസ്. അതിന്റെ ഇതേപോലെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് നോക്കുക. അത് സംഭവിക്കുന്നത് ആദ്യം താഴോട്ട് അങ്ങ് പോകണം, ലൈക്ക് ദിസ്. എന്നിട്ട് പിന്നെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യണം. ഇതാണ് CH4 ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് ഒന്ന് സ്റ്റഡി ചെയ്തേ. പ്രഷർ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യല്ലേ ആണല്ലോ. അപ്പോൾ when pressure increases, first of all the Z value decreases less than 1 and at a minimum value further increase of pressure will increase the compressibility factor. കണ്ടോ? അപ്പോൾ പ്രഷർ കൂടുന്നതനുസരിച്ചാണ് പിന്നീട് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആദ്യം തുടക്കം എന്താണ്? Z value is less than 1 ആണ്. അതാണ് ഈ കാണിക്കണ്ടോ? ലെസ് ദാൻ 1 ഇത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ഇതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇത് CO2 ഗ്യാസ്. അപ്പോൾ അവിടെ ഗ്രാഫ് കിട്ടുന്നത് ആദ്യം താഴോട്ട് വന്നിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗ്രാഫ് രണ്ടെണ്ണം താഴെ വരച്ചിരിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ 4 ഗ്രാഫ് ഇതുപോലെ 3 ടൈപ്പ് ഗ്രാഫ് വരച്ചിരുന്നു. ഒന്ന് ID ഗ്യാസിന്റെ എന്താ പ്രത്യേകത? പാരലൽ ടു X ആക്സിസ്, സ്ട്രെയിറ്റ് ലൈൻ. Okay, it does not change with increase or decrease of pressure. Second one, hydrogen, helium, etc., which shows what greater than 1. Z is greater than 1. Therefore, the pressure increases, the value of Z is also increases. But in the case of carbon dioxide, methane, etc., when pressure increases, what happens? Z value first of all decreases to a minimum value and then increases. So that gas that is said to be what? Gases which shows നെഗറ്റീവ് ഡീവിയേഷൻ. ഇതാണ് ഡീവിയേഷൻ ഓഫ് ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ടുവേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിനകത്തുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. കൂടുതൽ പ്രോബ്ലംസ് ഞാൻ നോട്ട്സ് നടത്തിയത് തരും കേട്ടോ. ഇപ്പം തൽക്കാലം ഞാൻ 2-3 പ്രോബ്ലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. ഒന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം, 10 grams of oxygen were introduced into a flask of 5 liter at 27 degrees Celsius. Calculate the pressure of the gas. R is equal to 0.0821 liter atmosphere. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കണം. അപ്പോൾ ഇവിടെ എന്താ കാണുന്നത്? പ്രഷറാണ് കാണുന്നത് അല്ലേ? R വാല്യൂ തന്ന സ്ഥിതി തീർച്ചയായിട്ടും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലമാണ് ഇത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ പറയുന്നത്? PV equal to nRT എന്നാണ് അല്ലേ? നമുക്ക് കാണുന്നത് പ്രഷറാണ്. അപ്പോൾ P equal to nRT/V എന്ന് വരും. അപ്പോൾ നമുക്ക് കാണുന്നത് ഇക്വേഷനായി. ഇനി ആ ഇക്വേഷനകത്ത് വന്ന ടേംസ് എല്ലാം ക്വസ്റ്റിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗ്യാസ് ആണ്. ഇവിടെ ഇപ്പോൾ ഓക്സിജൻ ഗ്യാസിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് കേട്ടോ, 10 gram ആണ്. നമ്പർ ഓഫ് മോൾസ് അല്ലത്. അപ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് മോൾസ് ആകുമ്പോൾ വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 10 gram വെയിറ്റ്, ഓക്സിജൻ മോളിക്കുലർ 32 ആണ്. അപ്പോൾ 10/32 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ N is equal to 10/32. അതാണ് ഇതിന്റെ കൺവേർഷൻ. ഇനി അടുത്തത് R ആണ്. R വന്നിട്ടുണ്ട് 0.0821 എന്ന് പറഞ്ഞ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ നോക്കിയാൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കെൽവിൻ കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? 273 ആഡ് ചെയ്യണം. അപ്പോൾ 27 + 273 that is 300 കെൽവിൻ വരും. ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് വോളിയമാണ്. വോളിയം തന്നിട്ടുണ്ട് 5 ലിറ്റർ ആണ്. ഇനി വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 10 × 0.081 × 300 divided by 32 × 5. ഈ 32 ഡിവൈഡ് വന്നത് 10/32 കേട്ടോ. ഏതാ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1.55 അറ്റ്മോസ്ഫിയർ എന്ന് വരും. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം വായിക്കാൻ പോകുന്നത് 34.05 ml of a substance at 546 degrees Celsius ആണ്. ആൻഡ് 1 bar pressure. ഈ ബാർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ, കൺവേർഷൻ ഒന്നുമില്ല. പ്രഷർ was found to have mass 0.0625 gram. 0.0625 gram. Calculate the molecular mass. അപ്പോൾ ഇവിടെ molecular mass m ആണ് കണ്ടുപിടിക്കുന്നത്. അവിടെ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. that is PV is equal to nRT. Okay, or PV is equal to n ന് പകരം W/m × RT എന്ന് വരും.
നമുക്കറിയാം വെയിറ്റ് ബൈ മോളിക്കുലർ മാസ് എന്നുള്ള ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ എം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പി വി എന്നുള്ള താഴോട്ട് എടുത്തേ, അപ്പൊ WRT ഡിവൈഡ് ബൈ പി വി എന്നാവും. ശരിയാണോ? അപ്പൊ എം ഈസ് ഈക്വൽ ടു WRT ബൈ പി വി എന്ന് കിട്ടി. ഇനി നമ്മൾ ഓരോ വാല്യൂസ് ചെക്ക് ചെയ്യണം, തന്നേക്കുന്നതെല്ലാം കറക്റ്റ് ആണോ, യൂണിറ്റ് ആണോ, കറക്റ്റ് ആണോ കേട്ടോ. W എന്ന് പറയുമ്പോൾ എന്താണ്? വെയിറ്റ് ആണ്. കണ്ടോ 0.0625 ഗ്രാം. അത് ഓക്കെ. അടുത്ത ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ടെമ്പറേച്ചർ ആണ്. കണ്ടോ 546 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിനെ കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? 273 ആഡ് ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്നത് 890 കെൽവിൻ കിട്ടും. ഡിവൈഡ് ബൈ പ്രഷർ നോക്കിയാൽ 1 ബാർ, അത് 1 അറ്റ്മോസ്ഫിയർ തന്നെയാണ്. പിന്നെ അടുത്ത വോളിയമാണ്. വോളിയം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 34.05 ml ആണ്. നമുക്ക് വേണ്ട ലിറ്റർ ആണ്, കാര്യം 6 ലിറ്റർ ആയതുകൊണ്ട്. അപ്പൊ ml ലിറ്റർ കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? 1000 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 34.05 ഡിവൈഡ് ബൈ 1000, അത് ചെയ്യുമ്പോൾ 0.03405 ലിറ്റർ വരും. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നോക്കി 0.0625 into 0.0821 into 890 divided by 1 into 0.03405. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 124.77 മോളിക്കുലർ മാസ് ആണ്. ഗ്രാം പെർ മോൾ, അതാണ് യൂണിറ്റ് കേട്ടോ, ഗ്രാം പെർ മോൾ. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് 4 moles of gas occupying 5 dm³ ഡെസിമീറ്റർ ക്യൂബ് എന്നാണ് അറ്റ് 3.32 ബാർ. അപ്പൊ ഇവിടെ കാണുന്ന ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ PV = nRT എന്നല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണുന്ന T ആണ്. അപ്പൊ T = PV/nR എന്ന് കിട്ടും. PV/nR. ഇനി ഓരോ വാല്യൂ നോക്കാം. P പ്രഷർ, അത് തന്നിട്ടുണ്ട് 3.32 ബാർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ 3.32 ഇൻറ്റു വോളിയം, വോളിയം എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ തന്നെയാണ്. അപ്പൊ 5 ഡിവൈഡ് ബൈ അടുത്ത നമ്പർ ഓഫ് മോൾസ് ഇവിടെ 4 ആണ് തന്നിട്ടുണ്ട്, ഇൻറ്റു 0.0821. ആറിന്റെ വാല്യൂ നമുക്കറിയാം. ഇത് ഇത്രയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 50K എന്ന് കിട്ടും. 50K. അപ്പൊ നമ്മൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ കാൽക്കുലേറ്റർ നിങ്ങൾ ഡിവൈഡ് ബൈ അടിക്കാവുള്ളൂ. പല കുട്ടികൾക്കും തെറ്റുന്ന സംഭവം. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. നോക്ക്, ഇവിടെ ഇപ്പൊ 3.32 എന്നല്ലേ. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3.32 ഇൻറ്റു 5 അടിച്ചു, പിന്നെ ഡിവൈഡ് ബൈ, പിന്നെ നമ്മൾ 4 അടിച്ചു. ഇതിനകത്ത് ഇൻറ്റു വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ഇൻറ്റു അടിക്കരുത്, ഡിവൈഡ് ബൈ അടിക്കാവുള്ളൂ. എന്നിട്ട് 0.0821 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. മനസ്സിലായോ? ചില കുട്ടികൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രോബ്ലത്തെ അതില്ല കേട്ടോ. ഫസ്റ്റ് പ്രോബ്ലം അവിടെ ഡിവൈഡ് ബൈ 32 ഇൻറ്റു 5 എന്നാണ്. അപ്പൊ ന്യൂമറേറ്റർ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ 32, വീണ്ടും ഡിവൈഡ് ബൈ 5 അടിക്കാവുള്ളൂ. അതിന്റെ കാരണം വേറൊന്നുമല്ല, കാൽക്കുലേറ്ററിനകത്ത് നിങ്ങൾ ഇത്രയും ചെയ്യാൻ കമാൻഡ് കൊടുത്തു, ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റർ സെർച്ച് ചെയ്ത റിസൾട്ട് അതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഇൻറ്റു 5 അടിക്കുമ്പോൾ അത് അത്രയും മൾട്ടിപ്ലിക്കേഷൻ ആയി. പക്ഷെ നമുക്ക് വേണ്ട എന്താ? ഡിവൈഡ് ബൈ ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 5 അടിക്കാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ തുടക്കമുള്ള ക്ലാസ് എല്ലാം നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കാണുക. ഇനി എന്തായാലും നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റേഷനോമീറ്ററിനകത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ഇടുന്നുണ്ട്, കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതിന്റെ ലിങ്ക് തന്നേക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് കയറി അതിന്റെ കംപ്ലീറ്റ് നോട്ട്സ് എടുക്കാൻ സാധിക്കും. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.